ഇന്നിപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. ഇത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു രാവിലെയൊക്കെ ആയപ്പോഴേക്കും പോകുന്നതാണ്. അപ്പോൾ സ്ഥലം എത്തിയതാണ്ടേ. സ്ഥലം കറക്റ്റ് പറയുമ്പോൾ മുനമ്പ് എക്കോ ടൂറിസമാണ് കേട്ടോ. നല്ല സ്പേസാണ്, നല്ല ഒരു കാടാണ് കേട്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ ഇങ്ങനെ ഒരു പഴയ ബോട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ചുമ്മാ ഇങ്ങനെ കയറിയിരുന്ന് പിള്ളേർക്കൊക്കെ വണ്ടി ഓടിക്കാം. അതുപോലെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ടയറിൻ്റെ ഊഞ്ഞാലും അല്ലാതെ ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്കൊന്ന് ആടി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പതിയെ നമ്മുടെ സ്പോട്ടിലോട്ട് പോകാനായിട്ട് പറ്റുമേ. അപ്പോൾ ഞങ്ങളെല്ലാവരും മാറി മാറി ഇരുന്ന് ആടുക. അപ്പോൾ നല്ല സ്പേസ് ആട്ടോ. രാവിലെ ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞങ്ങളൊരു രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് പോന്നു. അപ്പോൾ കുറച്ചങ്ങ് നടന്ന് വരുമ്പോഴേക്കും ദാണ്ടേ മുനമ്പ് എക്കോ ടൂറിസം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാം കേട്ടോ. 2 വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഇടത്തോട്ടുള്ള വഴി കൂടെ പോകുന്നത്. അപ്പോൾ 650 മീറ്റർ ഉണ്ട് ഇനി അങ്ങോട്ട് നടക്കാൻ. ഏകദേശം 1 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ മുഴുവൻ നടക്കാനായിട്ട്. അപ്പം ഇങ്ങനെ നടന്ന് കയറി വരുമ്പോഴേക്കും ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കാടാണ്, ഫോറസ്റ്റാണ് ശരിക്കും. ഇങ്ങനെ നല്ല പല ഷേപ്പിലുള്ള മരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് തിരിച്ച് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് വന്നവരാണ്. കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളം കാണാനായിട്ട് സാധിക്കുമേ. കണ്ടോ വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ചെറിയ ചെറിയ വഴികളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുളയുടെ കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേലി പോലെ കെട്ടി വെച്ചേക്കുക. താഴോട്ട് കുഴിയാണ്, താഴോട്ട് പോയാൽ കുഴിയിലോട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുക. അപ്പോൾ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നല്ല രസമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ മുളയും കൊണ്ടുള്ള ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സീറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മടുത്ത് കയറി വരുമ്പോഴത്തേക്ക് ഇരിക്കാനായിട്ടൊക്കെ പണിതിട്ടേക്കുന്നതാണ്. അതുപോലെ പല ആകൃതിയിലുള്ള മരങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനെ ആടാൻ പറ്റുന്ന ടൈപ്പ് മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ അടുത്തായിട്ട് നല്ല വെള്ളം കാണാനായിട്ട് സാധിക്കുന്ന പോലെ ആകുമേ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി എന്ന് പറയാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ മുഴുവൻ ചുറ്റിനും ഇങ്ങനെ വെള്ളമാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലം കണ്ടോ, അതിൻ്റെ അവിടെ ആ ഓപ്പോസിറ്റാണ് കേട്ടോ അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ കാട്ടിക്കൂടി ഇങ്ങനെ വരുമ്പോഴേക്കും വലിയ വെയിലായി തോന്നത്തില്ല. ഈ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടാട്ടോ, നല്ല വെയിൽ, മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചെറിയ മുളയും കൊണ്ടുള്ള ഒരു വീട് പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്, വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തിര പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ, കടലിലേക്ക് പോലെ. അത്രയ്ക്ക് ശക്തിയിലല്ല, ചെറുതായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വാണിങ് പോലെ ഇങ്ങനെ കൊടുത്തേക്കുവാണ്, ഇറങ്ങാനായിട്ട് പറ്റില്ല. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് അവിടെ ഇങ്ങനെ കാലിങ്ങനെ വെക്കുമ്പോഴേ അതങ്ങ് കുഴിഞ്ഞു പോവാം. കഴിഞ്ഞ ദിവസം എന്തോ ആരോ അങ്ങനെ വന്നിട്ട് എന്തോ ഇങ്ങനെ പ്രശ്നമായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഇറക്കി വിടുന്നില്ല. അല്ലായിരുന്നെങ്കിൽ അവിടെ ഇറങ്ങി ഇങ്ങനെ പോയി നിൽക്കാമായിരുന്നു കേട്ടോ.